1976 യൂദാസ് എന്ന ബൈബിൾ നാടകം അവതരിപ്പിക്കുന്ന സമയത്ത് യൂദാസ് എന്ന ടൈറ്റിൽ വേഷം ചെയ്തിരുന്നത് ഞാൻ തന്നെയാണ്. പിന്നെ എന്നോടൊപ്പം കെ ജേക്കബ്, CN രാമൻകുട്ടി, പെരുന്ന മധു, ചെത്തിപ്പുഴ ലീലാമ്മ മുതലായവരും അഭിനയിച്ചിരുന്നു. ആ സമയത്ത് തുടർച്ചയായി നാടകങ്ങൾ നടന്നുകൊണ്ടിരുന്ന സമയമായിരുന്നു അത്. ഞങ്ങളോടൊപ്പം അഭിനയിച്ചിരുന്ന മഗ്ദലന മറിയം എന്ന വേഷം അഭിനയിച്ചിരുന്ന നടി പെട്ടെന്ന് എന്തോ അത്യാവശ്യ കാര്യത്തിനായിട്ട് ഗൾഫിലേക്ക് പോകേണ്ടി വന്നു. ആ സമയത്ത് അതിന് പകരമായി ഒരു നടിയെ കണ്ടെത്തണമായിരുന്നു. ഒരു നടിയെ കണ്ടെത്തി. ആ സമയത്ത് ഏതാണ്ട് ഒരു 2-3 മലയാള സിനിമകളിൽ അഭിനയിച്ചിരുന്ന ആ നടിയെ നമുക്ക് കിട്ടി. നല്ല നടിയായിരുന്നു. നേരത്തെ തന്നെ പോർഷനെല്ലാം എഴുതി നടിക്ക് കൊടുത്തിരുന്നു. അത് കഴിഞ്ഞ് ഒരു റിഹേഴ്സലെങ്കിലും വേണമല്ലോ. അതിനുവേണ്ടി ഒരു ദിവസം വീട്ടിൽ ഞങ്ങൾ ഒത്തുകൂടി. ഞങ്ങൾ ഫുൾ റിഹേഴ്സലൊന്നും ഇട്ടില്ല. പിന്നെയോ ഞാൻ, ചെത്തിപ്പുഴ ലീലാമ്മ, പെരുന്ന മധു, ഞങ്ങൾ 3 പേരും കൂടി ആ നടിയെ വിളിച്ച് റിഹേഴ്സൽ ചെയ്തിരുന്നു. വളരെ നന്നായിട്ട് നേരത്തെ തന്നെ പോർഷൻ പഠിച്ചിരുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും കൂടാതെ തന്നെ ആ നടിക്ക് അഭിനയിക്കാനും സാധിച്ചു. ഞങ്ങൾ വളരെ സംതൃപ്തരായിരുന്നു. നാടകം കാഞ്ഞിരപ്പള്ളി രൂപതയിലുള്ള ഒരു ദേവാലയത്തിൽ നടക്കുന്ന സന്ദർഭം. ഞങ്ങൾ അവിടെ ചെന്നു. നാടകത്തിന് മുൻപ് ഏതാണ്ട് ഒരു പള്ളി സംബന്ധമായ ഒരു യോഗമൊക്കെ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടായിരുന്നു നാടകം. ഞങ്ങൾ മേക്കപ്പ് എല്ലാം ചെയ്തു റെഡിയായി, വേഷമൊക്കെ ഇട്ടു. ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ പുതിയ നടി ലീലാമ്മയെ വിളിച്ചുകൊണ്ട് പുറത്തോട്ട് പോയി. പുറത്തോട്ടെന്ന് പറഞ്ഞാൽ അല്പം പുറകുവശത്തായിട്ട് അല്പം ഇരുട്ടുള്ള ഭാഗത്തേക്കാണ് പോയത്. പെട്ടെന്ന് തന്നെ അയ്യോ എന്ന് പറഞ്ഞ് അലറിക്കൊണ്ട് ഒരു ഓടിവരവ്. ലീലാമ്മയുടെ അടുത്തെത്തി. ലീലാമ്മ പെട്ടെന്ന് 2 അടി കൊടുത്തു. എന്താ 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 മോളെ എന്ന് ചോദിച്ചു. ഓ, ഒരു തീ തീ അവിടെ തീ. എവിടെ? ലീലാമ്മ ഇങ്ങനെ നോക്കി. ലീലാമ്മയ്ക്ക് കാര്യം മനസ്സിലായി. തീ വരുന്നത് എവിടുന്നാണെന്നും അതിന്റെ കാരണം എന്താണെന്നും. അതായത് ഈ പുതിയ നടിക്ക് അറിയാൻ മേലാത്ത ഒരു സംഭവം ഇതിനകത്തുണ്ട്. ഈ നാടകം തുടങ്ങുന്നതിന് മുൻപ് ഒരു വിഷ്കമ്പം കാണിക്കുന്നുണ്ട്. ആ വിഷ്കമ്പത്തിൽ ഒരു ഭയാനകമായ അന്തരീക്ഷം, യൂദാസ് കെട്ടിഞ്ഞാന്ന് തൂങ്ങിക്കിടക്കുന്ന ആ ഒരു കാറ്റിൽ ആടിയോലയുന്ന യൂദാസിന്റെ പ്രേതം, ആ സമയം കാകനും കഴുകനും ഒക്കെ ഓടിക്കൂടി നിൽക്കുന്നു. ഭയാനകമായ അന്തരീക്ഷം. ഇതൊക്കെയായിരുന്നു അവിടെ കാട്ടിക്കൂട്ടിരുന്നത്. അതിൽ വേതാളമായിട്ട് വേഷം ചെയ്ത് നമ്മുടെ കർട്ടൻ സെറ്റുകാരൻ നൌഷാദ് നിപ്പുണ്ടായിരുന്നു. അവൻ ഈ ഉടുപ്പെടുത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ മറ്റേ ആൾക്കാരുടെ ഇടയിലൊന്നും പോയി നിൽക്കത്തില്ല. ഇരുട്ടത്ത് എവിടെയെങ്കിലും മാറി പുറവശത്തായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു പതിവാണ്. അവന് കൂടെ സിഗരറ്റോ വീഡിയോ വലിക്കുകയും വേണം. അതിനുവേണ്ടി അവനിങ്ങനെ തീപ്പെട്ടി ഉരച്ച് തീ കത്തിക്കുകയും വീഡിയോ വലിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതായിരുന്നു ഈ തീ. അത് ആ നടിയെ പറഞ്ഞ് മനസ്സിലാക്കി. ഇപ്പം പേടി പോയില്ലേ? പോയി. പക്ഷെ ഒരു കുഴപ്പം ചേച്ചി. എന്നാ പറ്റി? അത് എൻ്റെ ഈ ഉടുപ്പ് മുഴുവൻ നനഞ്ഞു പോയി ചേച്ചി. അത് ശരി, സാരമില്ല, അതൊക്കെ സ്വാഭാവികമല്ലേ. അപ്പൊ നീ ഒരു കാര്യം ചെയ്യ്, നമ്മുടെ മേക്കപ്പ് റൂമില്ലേ, അതിന് 1000-ന്റെ ബൾബല്ലേ അതിനകത്ത് കിടക്കുന്നത്, നല്ല ചൂടല്ലേ, നീ അവിടോട്ട് കൊണ്ട് വിരിച്ചിട്. വിരിക്കുമ്പോ ആ സമയത്ത് അത് പെട്ടെന്ന് അങ്ങ് ഉണങ്ങിക്കോളും. നമുക്ക് അടുത്ത സീനിലിടാനുള്ള വേറൊരു ഉടുപ്പില്ലേ, അത് ആദ്യം എടുത്തിട്ട് ഇത് കഴിഞ്ഞിട്ട് അടുത്ത സീനിലേക്ക് നമുക്ക് ഇത് ഉണങ്ങുകയും ചെയ്യും, അന്നേരം ഇടുകയും ചെയ്യാം എന്ന് പറഞ്ഞു. ശരി, നല്ല കാര്യം. അങ്ങനെ ചെയ്തു. മറ്റേ ഉടുപ്പ് എടുത്തിട്ടു. ഈ സീൻ അവിടെ ഉണങ്ങാനിട്ടു. അല്പസമയം കഴിഞ്ഞ് അപ്പം ലീലാമ്മയെ സംബന്ധിച്ച അവിടെ നമ്മുടെ കാഞ്ഞിരപ്പള്ളി പിതാവ്, ഒറ്റക്കുഴി പിതാവിന്റെ മീറ്റിംഗ് ഉണ്ട്. പിതാവ് അവിടെ എത്തിയിട്ടുണ്ട്, സ്റ്റേജിലുണ്ട്. ഏതെങ്കിലും തിരുമേനിമാരെ എവിടെങ്കിലും കണ്ടാൽ ഉടനെ അവിടെ മുട്ടുകുത്തി അവരുടെ കൈമുട്ടുന്ന ഒരു പരിപാടി ലീലാമ്മയ്ക്കുണ്ട്. അത് കാരണം എങ്ങനെയും ഒരു അവസരം കിട്ടണം, ഒറ്റക്കുഴി പിതാവിന്റെ കൈമുത്തണം. ഇതിനു വേണ്ടിയാ പുള്ളിക്കാരത്തി അവിടെ ഇങ്ങനെ സ്റ്റേജിന്റെ അവിടെ പമ്മിപ്പരുമി നിൽക്കുന്നത്. അതെനിക്കറിയാം. അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ ലീലാമ്മ പുറത്ത് നിൽപ്പുണ്ട്, സ്റ്റേജിന്റെ അടുത്ത് നിൽപ്പുണ്ട്.
വീണ്ടും ഒരലർച്ച, തീ തീ തീ. ഓ, ഇതെന്താണോ? ലീലാമ്മ ഓടി വന്നു, എല്ലാവരും ഓടി വന്നപ്പോഴത്തെ ഇത് യഥാർത്ഥ തീയായിരുന്നു. നമ്മുടെ മേക്കപ്പ് റൂമിനകത്തുനിന്ന് കർട്ടൻ കത്തി, അത് തീ പിടിച്ചു. ഈ ബൾബിനോടടുത്ത് ചേർന്നായിരുന്നു അവളുടെ ആ ഉടുപ്പിട്ടത്, അത് കത്തി നാശമായി. കർട്ടനും കത്തി, മറയിട്ടിരുന്നത് തുണികളും എല്ലാം കത്തി. ഏതായാലും കുഴപ്പമൊന്നുമില്ല, എല്ലാവരും ഓടിക്കൂടി ആ ഉടുപ്പും വലിച്ചിട്ട് കർട്ടനും വലിച്ചിട്ട് എല്ലാം ചവിട്ടി കൂട്ടി ഉരച്ച് തീ അങ്ങ് കെടുത്തി. അപകടങ്ങളൊന്നും ഉണ്ടാകാതെ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോൾ നമ്മുടെ പുതിയ നടിക്ക് വീണ്ടും ഒരു സംശയം, ഇനി എന്ത് ചെയ്യും ചേച്ചി? നമ്മള് എന്ത് ചെയ്യാനാ? നീ ഒരു ഉടുപ്പ് ഇട്ടിട്ടില്ലേ? അതിട്ടുണ്ടെങ്കിൽ അഭിനയിച്ച അടുത്ത സീന്. എടി മോളെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ഈ മഗ്ദലന മറിയത്തിന്റെ വേഷമാണല്ലോ നീ ചെയ്യുന്നത്. മഗ്ദലന മറിയം എന്ന് പറയുന്നത് പാപിനിയായ മഗ്ദലന മറിയം, പണക്കാരിയായ മഗ്ദലന മറിയം ഇതാണ് മാനസാന്തരപ്പെട്ടിരിക്കുകയാണ്. മാനസാന്തരപ്പെട്ടു വന്ന മഗ്ദലന മറിയത്തെയാണ് നമ്മൾ കാട്ടുന്നത്. പാവം, ഉള്ളതെല്ലാം പാവപ്പെട്ടവർക്ക് ദാനം ചെയ്തു. ഉണ്ടായിരുന്ന ഉടുപ്പുകൾ മുഴുവൻ പാവപ്പെട്ടവർക്ക് ദാനം ചെയ്തു. പാവത്തിന് ഈ ഒരൊറ്റ ഉടുപ്പ് മാത്രമേ ഉള്ളൂ. അത് ഇട്ടോണ്ട് ആ എടുപ്പും നടപ്പും കെടുപ്പും എല്ലാം എന്നങ്ങ് വിചാരിച്ചാ പോരെ. അതുകൊണ്ട് നീ ഇതൊന്നും നോക്കണ്ട, ഇതങ്ങ് ഇട്ടോണ്ട് നാടകത്തിൽ അഭിനയിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ നാടകത്തിൽ ആ ഉടുപ്പിട്ടുകൊണ്ട് തന്നെ മുഴുവൻ സീനും അഭിനയിച്ചു. അതായിരുന്നു സ്ഥിതി. അപ്പോൾ ഈ ലീലാമ്മയെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ തക്കതായ സമയത്ത് ഓരോന്ന് ഒപ്പിച്ചു മാറുന്ന ടൈപ്പായിരുന്നത് കൊണ്ട് ഇതേതായാലും രക്ഷപ്പെട്ടു. പക്ഷെ ഒരു കാര്യം സത്യം പറഞ്ഞാൽ നാടക കമ്പനിക്ക് അത് ലാഭമായി. പിന്നീട് വേറൊരു ഉടുപ്പ് മഗ്ദലന മറിയത്തിനുണ്ടായില്ല. ഈ നാടക സീസൺ മുഴുവനും അത് ഒരൊറ്റ ഉടുപ്പ് കൊണ്ട് മഗ്ദലന മറിയം കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. ഇതാണ് ചെത്തിപ്പുഴ ലീലാമ്മ എന്ന നടിയുടെ പ്രത്യേകതകൾ. ഓക്കെ.